പെർമിറ്റും അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഷെങ്കലിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം. അത് അവിടെ നടക്കുന്നത് എന്താണ്? അതൊരു ക്രൈമാണ്, അതിലൊരു സ്കാമാണ്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ഏതൊക്കെ രീതിയിലാണ് ആളുകളെ ചൂഷണം ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള സ്ട്രാറ്റജി ഇവിടെ ഉണ്ട്, ഏതൊക്കെ കൺട്രി വർക്ക് പെർമിറ്റ് നടക്കുന്നുണ്ട്. ആരുമായിട്ടുള്ളൊരു യുദ്ധപ്രഖ്യാപനമൊന്നുമല്ല ഇത്തരം കണ്ടന്റുകൾ എഴുതിക്കുന്നത്. നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സ്കാമുകൾക്കെതിരെയും ഓപ്പണായി പറയാനുള്ള ഈ സാഹചര്യം. ഈ മൗറിഷ്യസ് ആണെങ്കിലും സിംഗപ്പൂരൊക്കെ ആകുമ്പോഴും ഇത് ഫ്യൂച്ചറിൽ ഇതൊരു വലിയ സ്കാമായി മാറാൻ സാധ്യത നമ്മൾ കാണുന്നു. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾക്കെതിരെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിക്കെതിരെയൊക്കെ. സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലയിലൊക്കെ ഒരുപാട് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊക്കെ ഫേസ് ചെയ്യുന്നത്? ഇതിൽ ആക്ച്വലി പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ്, പ്രത്യേകിച്ചും ഈ ഒരു ഇൻഡസ്ട്രിയെ എന്ന് പ്രത്യേകിച്ച് ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കുറെ ചൂഷകര്, അതല്ലെങ്കിൽ ഈ കുട്ടികളെ പറ്റിച്ച് പല രാജ്യങ്ങളിലേക്കൊക്കെ എത്തിച്ചിട്ട് ആയിരിക്കും. പക്ഷെ അതിനെ കണ്ടിട്ട് നമുക്കൊരിക്കലും ഈ ഒരു ഇൻഡസ്ട്രി എന്നല്ല ഏത് ഇൻഡസ്ട്രിയും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണെന്ന് ഈ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുള്ള കമന്റ്സ്. പക്ഷെ ഗ്ലോബൽ റൂട്ട്സ് ഇതിനെ കാണുന്നത് നമ്മൾ ട്രസ്റ്റ് വെച്ച് വരുന്ന അപ്ലിക്കൻസ് ഉണ്ട്, സ്റ്റുഡൻസോ മറ്റേത് കാറ്റഗറി യൂസ് ചെയ്യാവട്ടെ. അത്തരം സ്റ്റുഡൻസിന് ഏറ്റവും ബെറ്റർ സർവീസ് കൊടുക്കുക, അവരുടെ പ്രൊഫൈലും അവരുടെ ഒരു ബഡ്ജറ്റൊക്കെ അനുസരിച്ചിട്ടുള്ള ഏത് കൺട്രിയാണോ ആ കൺട്രിയിലേക്കുള്ള ഏറ്റവും ബെറ്റർ സർവീസ് കൊടുക്കുക. ആ സ്റ്റുഡൻസ് അവിടെ എത്തിക്കഴിഞ്ഞാലും ഒരു 1 ഇയറോ 4 ഇയറോ 5 ഇയറോ 10 ഇയറോ കഴിഞ്ഞാലും അവരാരും നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു നെഗറ്റീവ് കമന്റോ അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ഒരു സിറ്റുവേഷൻ വരുത്തരുത് എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ നമ്മൾ റോഡിൽ നിന്ന് ഇതിന്റെ ഒരു കഥ അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ട് നമ്മൾ വേദനിക്കാനും അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്ട്രാറ്റജി മാറ്റാൻ നിൽക്കാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അതല്ലെങ്കിൽ അപ്ലിക്കൻസ്, അവരുടെ ഫാമിലി, അത്തരം ആളുകൾക്ക് കൃത്യമായ ഒരു ബെറ്റർ സർവീസ് കൊടുക്കുക. അവരെത്ര വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മളെ കുറിച്ചിട്ട് അവർ മറ്റൊരാളോട് സംസാരിക്കേണ്ടത് എന്താണ്? വളരെ പോസിറ്റീവായിട്ടായിരിക്കും. അതേപോലെ തന്നെ ഇത്രയധികം നെഗറ്റീവ് കണ്ടന്റ് UK-ക്കെതിരെ ഉണ്ടായിട്ട് പോലും നിങ്ങളൊക്കെ ഇപ്പോഴും UK-നെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ കാശ് ഉണ്ടാക്കണമെന്ന തരത്തിലുള്ള കമന്റുകളോട് എന്താ അഭിപ്രായം? ആക്ച്വലി ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2010 ചൂസ് ചെയ്ത കൺട്രി UK ആണ്. പിന്നീട് എൻ്റെ വൈഫിന് ഒരു മാസ്റ്റേഴ്സ് ചെയ്യണം, ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് മൂവ് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനിങ് അപ്പോഴും ഞാൻ ചൂസ് ചെയ്തത് ഈ പറയുന്ന 20-25 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്. പിന്നീടും UK തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിന് എനിക്ക് എൻ്റെതായ ചില ബോധ്യങ്ങളുണ്ട്. ഈ UK അല്ലാത്ത ഇപ്പോൾ സോക്കോൾഡ് UKയുടെ നെഗറ്റീവിന്റെ ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് UKയുടെ നെഗറ്റീവ് പറഞ്ഞോ അവർക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ പോലും സ്പേസ് ഉണ്ട്. ഇപ്പൊ ഈ അടുത്തൊരു പെൺകുട്ടി UK എന്തോ ഒരു വീഡിയോ ചെയ്തു, ഇപ്പൊ ഇവിടെ നാട്ടിൽ എന്തൊക്കെയോ ബിസിനസ് ചെയ്തില്ല. കാരണം അവള് ആ ഒരു സ്പേസ് ഉണ്ടാക്കിയത് മുഴുവൻ UKയുടെ നെഗറ്റീവ് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ UKയുടെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് ഒരുപാട് ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് എനിക്കറിയാം ഒരു 4 days-ഉം 5 days-ഉം വർക്ക് ചെയ്തിട്ട് നാട്ടിൽ 2.5 lakhs ഒക്കെ ഈസി ആയിട്ട് എക്സ്പെൻസ് കഴിഞ്ഞ് ഏൺ ചെയ്യുന്നത് ഒരു അത് കഴിഞ്ഞ് വീഡിയോ ചെയ്യുന്നത് UKയുടെ കുറിച്ചുള്ള നെഗറ്റീവാണ്. കാരണം അവർ അതിനുള്ളിൽ നിന്നുള്ളൊരു ഇതാണ് തിരിച്ചു. പക്ഷെ അവർ കരുതുന്നത് എന്താ, UK-ലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ വർക്ക് ചെയ്തിട്ടാണ് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് ഈ 2.5-3 ലക്ഷം രൂപ കിട്ടിയത്. പക്ഷെ അവർ കരുതുന്നപ്പോൾ ഫിൻലാൻഡിലോ അല്ലെങ്കിൽ സ്വീഡനിലോ പോയി കഴിഞ്ഞാൽ ചുമ്മാ കിട്ടും ഈ എമൗണ്ട്. UK ഒഴിവാക്കിയിട്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ജർമ്മനി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ പോയി. പക്ഷേ എനിക്കൊക്കെ വളരെ പേഴ്സണലി അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യും. മെയിനായിട്ട് ഒരു ലാംഗ്വേജ് ഇഷ്യൂ. ഇവിടെ ഒരു ബേസിക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. ബിക്കോസ് ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഒരുപാട് ആളുകൾ ഫിൻലാൻഡ്, സ്വീഡനൊക്കെ ഒരു 15-20 lakhs ഒക്കെ ഫീസ് അടച്ച് പോയിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് 3rd month 4th month ഒക്കെ പോളണ്ടിൽ വെയർഹൗസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരെ എനിക്കറിയാം. ഓസ്ട്രിയ ഒരു ടോട്ടൽ ബാച്ച് തന്നെ ഒരുമിച്ച് പോയിട്ട് ആ ബാച്ച് മുഴുവൻ കോഴ്സ് 3ാമത്തെ മാസം 4ാമത്തെ മാസം ഒരു പാർട്ട് ടൈം പോലും കിട്ടാതെ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പോളണ്ടിലും ഇറ്റലിയിലും പോയി വർക്ക് ചെയ്യുന്ന പിള്ളേരെ എനിക്കറിയാം. അപ്പൊ നമ്മളൊരു UK നെഗറ്റീവ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആഫ്റ്റർ കോവിഡ് ഒരു രാജ്യവും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് കാത്തിരിക്കുന്നില്ല. എല്ലാ കൺട്രീസിലും നെഗറ്റീവ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി പോസിറ്റീവ്സും ഉണ്ട്. പിന്നെ റൂൾ ചേഞ്ചസ് അതെല്ലാ ഇപ്പൊ UK-യുടെ സ്റ്റേറ്റ് ഞാൻ 2010 മുതൽ UK-യിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓരോ അപ്സും ഡൗൺസും ഉണ്ട് ഓരോ കൺട്രിക്ക്. ഇപ്പോ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ പറയുന്നത്, ഞാൻ 2010-11 പോകുമ്പോൾ അന്ന് എൻ്റെ റൂമിൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാതെ 5-6 മാസമായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളോട് പറയുമ്പോൾ അയ്യോ 2010-ലും 2011-ലും ഒക്കെ ഇവിടെ പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു
അപ്സും ഡൗൺസും എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ആ ബോധ്യത്തിൽ നിന്നാണ് UK പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും ബെറ്റർ സർവീസ് കൊടുത്ത് വിടുന്ന സ്റ്റുഡൻസിന് അതിന്റെ ക്ലാരിറ്റി കൊടുത്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഗ്ലോബ് റൂട്ട്സ് ഒരു സ്റ്റുഡന്റിനെ ലോകത്തെ ഏത് രാജ്യത്തേക്കാണെങ്കിലും എന്ത് ചെയ്യുള്ളൂ, വിട്ടിട്ടുള്ളൂ, നാളെ വിടുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്ന ട്രെൻഡാണ് മൗറീഷ്യസ്. ഒരുപാട് പേര് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഇനി ഇതൊരു മറ്റൊരു സ്കാമായി മാറാൻ സാധ്യത ഉണ്ടോ? കാരണം മൗറീഷ്യസ് എന്ന് പറയുന്നത് വലിയൊരു സാലറി കിട്ടുന്ന രാജ്യമൊന്നുമല്ലല്ലോ. ഈ മൗറീഷ്യസ് ആക്ച്വലി ആര് പോകണം ആര് പോകണ്ട എന്നുള്ളൊരു എൻ്റെ ഒരു ക്ലാരിറ്റി പറയാം. ഇപ്പം നമ്മളൊരു 10-18 വയസ്സ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ഒരു സീരിയസ് ആയിട്ടൊരു കോഴ്സ് ഒന്നും അവൻ പ്ലാൻ ചെയ്യുന്നില്ല. അവനൊരു ഡിപ്ലോമയോ ഹോസ്പിറ്റാലിറ്റിയോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കണം, പെട്ടെന്നൊരു ജോബിനൊക്കെ കയറണം എന്നുള്ളൊരു പ്ലാനിൽ നാട്ടിൽ പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവനിപ്പോൾ ബാംഗ്ലൂരോ അതല്ലെങ്കിൽ നമ്മുടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കുകയാണെങ്കിലും 2, 3, 4 ലക്ഷമൊക്കെ ഫീ വരണം. അവൻ അതിൻ്റെ കൂടെ ഒരു പാർട്ട് ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിലും അവൻ്റെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് അവന് കിട്ടുന്നു. പക്ഷെ അത്തരം സ്റ്റുഡൻസിന് ഇപ്പം മൗറീഷ്യസ് ചൂസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ 2.5-3 lakhs ഒക്കെ ഇതല്ലേ ഫീ വരുന്നത്. ടോട്ടൽ പാക്കേജ് എത്രയല്ലേ വരുന്നത്? അപ്പം അതിലൊരു സ്റ്റുഡൻറ് കയറി പോകുമ്പോൾ അവനൊരു 1 ഇയറിനുള്ളിൽ അവനൊരു കോഴ്സ് കിട്ടുക എന്ന് പറയുന്നതിനപ്പുറം അവനെ പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ചെയ്യുമ്പോൾ ഒരു 35, 40, 50 വരെയൊക്കെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ലിവിങ് എക്സ്പെൻസും മിനിമലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10,000, 15,000 അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് അവൻ തിരിച്ച് ഒരു 1 ഇയറിന് തിരിച്ചു പോരുകയാണെങ്കിൽ പോലും അവൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ ഫീ ആയിട്ട്, അത് അവന് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അവനൊരു കോഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മളിവിടെ പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇവരൊരു 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രി എടുത്താൽ പോലും ഇവർക്ക് ഒരു ബെറ്റർ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു പ്രോപ്പർ 5-star എക്സ്പീരിയൻസ് വേണം. നമ്മുടെ നാട്ടിൽ 3 ഇയറും 4 ഇയറും ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഈ പറയുന്ന താജിലും അതല്ലെങ്കിൽ ലിമറിഡിയിലൊക്കെ പോലുള്ള 5-star പ്രോപ്പർട്ടീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് 5,000-ഉം 6,000 ഒക്കെ സ്റ്റൈപ്പൻഡ് മേടിച്ചിട്ടാണ്. അപ്പൊ അത്തരം സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊരു ഡിപ്ലോമ എടുത്തു പോയി അവർ പാരലലി അവരൊരു സ്റ്റാർ പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 30, 40 അല്ലെങ്കിൽ 45, 50 ഒക്കെ അവർക്ക് എടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റുഡൻസിന് എന്താണ് മൗറീഷ്യസ് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അതല്ലാതെ ഏറ്റല്ലാത്ത ഇപ്പോൾ ഒരു 30, 35, 40 ഒക്കെ ഏജ് ആയ ഒരാൾ, ഡിഗ്രി ക്വാളിഫൈഡ് ആയ ഒരാൾ, അയാൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യണം, ഏൺ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റ് വലിയ സ്കാമായി മാറാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഗ്ലോബ് റൂട്ട്സ് തന്നെ ഈ മൗറീഷ്യസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പുറത്ത് എന്തുണ്ട്, ഇത്തരം അണ്ടർസ്റ്റാൻഡേർഡ് പ്രോഗ്രാമുകളും കൺട്രിയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു നമ്മളുടെ തന്നെ ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് നമ്മൾ ഗ്ലോബ് റൂട്ട്സ് ആദ്യത്തെ ഒരു 7 വർഷം എടുത്തൊരു സ്ട്രാറ്റജി ആപ്പിൾ കമ്പനി പോലെയായിരുന്നു. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം എന്ത് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിന്റെ ചില ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാരണം ഇപ്പൊ നമ്മളൊരു സ്ട്രാറ്റജി സാംസങ് പോലെ ആക്കി ഒരു 8,000, 10,000 ഫോണും നമ്മൾ സെല് ചെയ്യാം, അതേപോലെ ഒരു 2 lakh വരെയുള്ള ഫോണും സെല് ചെയ്യാം. അതേപോലെ തന്നെ വർക്ക് റേറ്റ് പോലും ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ ഹൈ ലിവിങ് എക്സ്പെൻസ് ഉള്ള കൺട്രിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഡിപ്ലോമ പ്രോഗ്രാം എടുത്ത് പിള്ളേർ പോകുന്നുണ്ട് അല്ലേ? ഈ സിംഗപ്പൂരിന്റെ കേസ് ഇപ്പോൾ സിംഗപ്പൂരിന്റെ ഒരു കണ്ടന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴൊക്കെ കുറെ കമന്റ് വരും, വർക്ക് റേറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് വെറുതെ പിള്ളേരെ വിട്ടിട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് അറിഞ്ഞ് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു +2 റിസൾട്ട് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സിംഗപ്പൂരിലേക്ക് സ്റ്റുഡൻസ് വരിക അല്ലേ? കാരണം ഇവരൊരു പാസ്സാവുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് യൂറോപ്പ്, UK, കാനഡ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഫെയിലർ ആകുമ്പോൾ അവരൊരു ഇമ്മീഡിയറ്റ് ഡെസിഷൻ എടുക്കണം നാട്ടിൽ നിന്ന് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ചിലപ്പോൾ തട്ടിക്കൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവും, ചിലപ്പോൾ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പോലെ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാം എടുത്തിട്ട് അവർ പോകുമ്പോൾ അവർക്ക് ബോധ്യമുണ്ട് ഈ ഫസ്റ്റ് 6 months എന്താണ് സിംഗപ്പൂരിൽ വർക്ക് റേറ്റ് ഇല്ല എന്നുള്ളതും ഒരു ഏറ്റവും മിനിമം ഒരു 30, 40, 50,000 ഒക്കെ അവിടെ കുളത്തിൽ പറയണമെങ്കിൽ പട്ടിണി എടുക്കണമെങ്കിൽ പോലും 30,000, 40,000 ഒക്കെ ചെലവ് വരുന്നൊരു കൺട്രിയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അടുത്തൊരു സൈഡ് ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഒക്കെ പോലുള്ള കോഴ്സുകൾക്ക് രണ്ടാമത്തെ 6 months എന്താണ് കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ എന്തുണ്ട്, പെയ്ഡ് ഇന്റേൺഷിപ്പ്. അതിൽ ഓവർ ടൈം ഒക്കെ ചെയ്യുന്ന കുട്ടികൾ 2,000, 2,500 വരെ ഒക്കെ എടുക്കുന്ന പിള്ളേരുണ്ട് ഇഷ്ടംപോലെ. അവർ അതും ഈ പറയുന്ന പോലെ തന്നെയാണ്. ഒരുപാട് റിട്ടേൺ എടുക്കാന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലൊന്നും എന്ത് ചെയ്യണ്ട, പോകണ്ട. നിങ്ങൾക്കൊന്ന് അത്യാവശ്യം നല്ല വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു വേൾഡിലെ 4th richest കൺട്രിയാണ് സിംഗപ്പൂർ. അങ്ങനെ ഒരു കൺട്രി 1 year എന്ന എക്സ്പീരിയൻസ് ചെയ്യാം. പേരിനൊരു ഡിപ്ലോമ,
പേരിന് ആ ഒരു 1 ഇയറിൽ ഒരു 6 month ഒരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്താൽ തന്നെ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ പല കുട്ടികളും ആ ഒരു പീരീഡ് തന്നെ അവിടുന്ന് എന്ത് ചെയ്യും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വല്ല കൺട്രിയിലേക്കൊക്കെ വല്ല മറ്റുള്ള വിസാസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കയറി പോകുന്നതും എന്തുണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ബോധ്യത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഹാപ്പിയാണ്. അതല്ലാതെ ഈ പിള്ളേരെ മിസ്ഗൈഡ് ചെയ്ത് വിടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇപ്പൊ ഈ മൗറിഷ്യസ് ആണെങ്കിലും സിംഗപ്പൂരൊക്കെ ആകുമ്പോഴും ഇത് ഫ്യൂച്ചറിൽ ഇതൊരു വലിയ സ്കാമായി മാറാൻ സാധ്യത നമ്മൾ കാണുന്നു. നമ്മളൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ ചോദിച്ചു വരുന്നതാണ്, ഷെങ്കൻ കൺട്രിയിലേക്ക് അൺസ്കിൽഡ് വർക്ക് വിസകൾ കിട്ടാണ്ടോ ചോദിച്ചിട്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഷെങ്കൻ കൺട്രിയിലേക്ക് പ്രോപ്പറായി നടക്കുന്നത് വല്ലതുമുണ്ടോ? ആക്ച്വലി മാർക്കറ്റിൽ എല്ലാവർക്കും വേണ്ടത് ഷെങ്കനാണ്. ഷെങ്കനിൽ പെട്ട ഏത് രാജ്യമാണെങ്കിലും എന്താണ് ഓക്കെയാണ്. അതിൽ തന്നെ ബഹുഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം അവർക്കൊരു സ്കില്ലില്ല, വെൽഡ്രോ അങ്ങനെ ഒന്നുമില്ല. അവരുടെ കയ്യിൽ ചിലപ്പോൾ ഡിഗ്രി ഉണ്ടാവും, +2 ഉണ്ടാവും, 10th ഉണ്ടാവും, നല്ല ഫണ്ടും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഷെങ്കൻ കൺട്രിയിൽ അൺസ്കിൽഡോ വല്ല വെയർ ഹൗസോ ഇതൊക്കെ ഇവിടെ നിന്നുള്ള ഒരു ഇതാണ്, എനിക്ക് എന്ത് കിട്ടിയാലും ചെയ്യും, ഞാൻ റെഡിയാണെന്നൊക്കെ പറയുന്നത്. ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു പെയിൻ അറിയുള്ളൂ. അപ്പം നമ്മളെ നാട്ടിൽ ആ ജോലിയൊക്കെ എത്ര ഭംഗിയായിട്ട് തോന്നും. പക്ഷെ മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് അതാണ്. ഷെങ്കനിലുള്ള ഏതെങ്കിലും ഒരു കൺട്രി ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിൽ കയറി പോവാന്ന് നോക്കി നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി തന്നെയാണ് അത്രയും വ്യാപകമായിട്ട് എന്ത് നടക്കുന്നത്, സ്കാം നടക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ബോധ്യത്തിൽ ഞാനിപ്പോൾ റെഗുലറായിട്ട് ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയി ഒരുപാട് ആളുകളെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കാണുന്ന ഒരു ബോധ്യത്തിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജർമ്മനിയിലൊക്കെ വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ബിറ്റ് എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 8-9 lakhs മുതൽ അങ്ങോട്ട് മേലൊക്കെ എന്ത് വരുന്നുണ്ട്, എമൗണ്ട് വരുന്നുണ്ട് ജെന്യൂൻ ആയിട്ടുള്ളത് കേട്ടോ. 4 lakhs 5 lakhs ഒക്കെ മാർക്കറ്റിൽ കാണുന്നത് അത് മറ്റൊരു സ്കാമാണ്. പിന്നെ ഒരു മിഡ് റേഞ്ച് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ സ്ലോവേക്കിയ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു 60-70% ഒക്കെ എന്ത് വരുന്നുണ്ട്, വിസ കൺവേർഷൻ വരുന്നുണ്ട്. മറ്റീ പറയുന്ന രാജ്യങ്ങൾ ലാറ്റ്വിയ അതല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലൊക്കെ ഈ ഷോർട്ട് ടൈം അഗ്രികൾച്ചർ വർക്കുകളൊക്കെ സീസണൽ വിസകളൊക്കെ ഗ്രീസ് ലാറ്റ്വിയ ഒക്കെ നടക്കുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ടൊരു വർക്ക് പെർമിറ്റും അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഷെങ്കനിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു 16 years ആയി ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. പക്ഷെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ലക്സംബർഗ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഓസ്ട്രിയ. പക്ഷെ ഒന്നും നടക്കില്ല. വെറും സ്വപ്നം കണ്ട് പ്രതീക്ഷ, നമ്മൾ ലോട്ടറി ഒക്കെ എടുത്തിരിക്കില്ലേ, ആ പ്രതീക്ഷയോട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ. ജെനുവിൻലി ശ്രമിച്ചു നോക്കാൻ പറ്റാവുന്നത്, അതും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തെ ജർമ്മനിയോ സ്ലോവേക്കിയോ പറയുമ്പോൾ അപ്രോച്ച് ചെയ്യല്ല വേണ്ടത്. അതിന്റെ ജെനുവിനിറ്റിയോ അതിന്റെ ഏത് കമ്പനിയാണോ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ തറവായിട്ട് ചെക്ക് ചെയ്ത് അവർ വിട്ടിരിക്കുന്ന ആളുകളുടെ വിസ, ആളുകൾ ആരെങ്കിലും കണക്ട് ചെയ്ത് അവരോട് സംസാരിച്ചാലും പോരാ, അവര് കയറിപ്പോവാൻ അവരൊന്ന് യൂസ് ചെയ്ത വിസ, അവരുടെ വർക്ക് പെർമിറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷെങ്കനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാവുന്ന, എസ്പെഷ്യലി അൺസ്കിൽഡ് കാറ്റഗറി എൻ്റർ ചെയ്യാൻ പറ്റാവുന്നത് ഡിഗ്രി ക്വാളിഫൈഡ് ആയി. ഇപ്പോൾ BCom BBA ഒക്കെ ഉള്ള ആളുകൾക്ക് ജർമ്മനിയും അതില്ലാത്ത ആളുകൾക്ക് സ്ലോവേക്കിയയും ആണെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഈ സ്കാമുകൾക്കെതിരെയും സ്കാം റിലേറ്റഡ് കണ്ടന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ പബ്ലിക്കിന് മുന്നിൽ വളരെ ഓപ്പണായി പറയാനുള്ള ഈ സാഹചര്യം ശരിക്കും എന്താണ്? ഈ സ്കാം റിലേറ്റഡ് കണ്ടന്റുകൾ ചെയ്ത് തുടങ്ങിയ സമയത്ത് പലരും നമ്മളെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ നെഗറ്റീവ് ഒരു കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കും, അങ്ങനെ നിങ്ങളൊരു പോസിറ്റീവ് ആവാന്നുള്ളതൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. കാരണം ഇത് ശരിയല്ല, ഇത് നെഗറ്റീവ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്, ഇയാൾ വിശ്വസിക്കാം, ആ രീതിയിലൊക്കെയാണ് പലരും പറഞ്ഞത്, വിചാരിച്ചത്. പക്ഷെ അതൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും, അല്ലേ? നല്ല സ്ട്രാറ്റജിയാണ്. നമ്മൾ ചെയ്തോ, മറ്റേ ഏജൻസിക്കും ചെയ്യാലോ. ഈ മാർക്കറ്റിൽ ഇന്ത്യനെ പോലുള്ള സ്കാമിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് നിങ്ങളും വന്ന് വീഡിയോ എടുത്ത് പറയും. പക്ഷെ അതിന് എനിക്ക് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കോട്ടാണ്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ എന്തെയുള്ളൂ ഭയക്കേണ്ടതുള്ളൂ, അല്ലാത്തവർക്ക് ഭയക്കേണ്ടി വരും. ഇത്തരം കണ്ടന്റുകൾ ഇടാൻ കഴിയില്ല. ഇത്തരം കണ്ടന്റുകൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇടാൻ കഴിയില്ല. നമുക്കൊരു നോർമൽ ഒരു ഇൻഫ്ലുവൻസറോ അതല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഒക്കെ ആണ് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ എന്തും പറയാം. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് 1-2 സ്ഥാപനങ്ങളും 2-3 ബ്രാഞ്ചോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ ഇടുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് അതിലൂടെ വർക്ക് എടുക്കുക എന്നുള്ളത് നമ്മളൊന്നും ചിന്തിക്കണ്ട. ഒരു മിനിമം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, അല്ലെ? എനിക്ക് 100%, കാരണം 10-16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഇവിടെ എന്തൊക്കെ നടക്കും, ഇവിടെ ചില അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനുള്ളതാണ്,
ഇത് 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 ഏതൊക്കെ രീതിയിലാണ് ആളുകളെ ചൂഷണം ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള സ്ട്രാറ്റജി ഇവിടെ ഉണ്ട്, ഏതൊക്കെ കൺട്രി വർക്ക് പെർമിറ്റ് നടക്കുന്നുണ്ട്, ഇത് ഏതൊക്കെ നടക്കില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് വിളിച്ചു പറയേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. കാരണം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളെല്ലാം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അവിടെ. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം നമുക്കറിയാം അത് അവിടെ നടക്കുന്നത് എന്താണ്, അതൊരു ക്രൈമാണ്, അതിലൊരു സ്കാമാണ്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അത് എൻ്റെ ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പം എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എല്ലാവരെയും കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് തുറന്ന് പറയുന്ന സമയത്ത് കുറച്ചൊക്കെ അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാരണം പബ്ലിക്കിൽ 90% കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇന്ന് തന്നെ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, നമ്മളെ ചാവക്കാട് ഇടക്കഴിയൂര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പയ്യനല്ലേ, സാധാരണ പയ്യനാണ്, ക്വാളിഫൈഡ് ഒന്നുമില്ല. അയാള് ഏതോണ്ട് കാലത്ത് നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒരു സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു. എനിക്കറിയാം, ഭർത്താവിൻ്റെ കൂടെയായിരുന്നു ഗൾഫിൽ, ഇപ്പം ഞാൻ UK ഞാൻ നിങ്ങളെ UK കൊണ്ട് ഇവര് ആ ഒരു ഇത്ര ഉള്ള കണക്ഷൻ ഇവർ 5-6 ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത് കുറെ ലക്ഷങ്ങൾ ആ വഴിക്ക് പോയി. ഇന്ന് വന്ന വാർത്തയാണ് ഇത്, പുതുമയൊന്നുമല്ല. നമ്മൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് വിസ തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ച് പറ്റിച്ചവർക്കെതിരെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളെ പല രാജ്യങ്ങളിലേക്കും അയച്ചവർക്കെതിരെയും ഇത്രയും കംപ്ലൈന്റ്സുകൾ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ UK ഒക്കെ കേൾക്കുന്നതല്ലേ, UK അവിടെ എത്തിയിട്ട് ഒരുപാട് ആളുകൾ നെഗറ്റീവ് ഇടുന്നു എന്ന് പറയുമ്പോൾ അവരെ വിട്ടിരിക്കുന്ന ഏജൻസി സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ മാർക്കറ്റിൽ വലിയ വലിയ രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മേടിച്ച് പറ്റിക്കുക എന്നുള്ളത് മാത്രമൊന്നുമല്ല എന്ത് ചെയ്യുന്നത്, സ്കാം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് അതില് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒന്നുള്ളൂ, കൗൺസിലിംഗ്, ഒരു പ്രോപ്പർ കൗൺസിലിംഗ് ഏത് കൺട്രിയിൽ പോകുമ്പോഴും ഒരു കുട്ടി എടുക്കണം. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ, അവന്റെ എക്സ്പെക്ടേഷൻ, അവന്റെ ഒരു ബഡ്ജറ്റ്, അവന്റെ ഒരു പ്ലാൻ കൃത്യമായിട്ടും ഈ കൗൺസിൽ ചെയ്യുന്ന ആൾ അറിയണം. അതിനനുസരിച്ചിട്ടുള്ള കൺട്രി മാത്രമേ സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പല ഈ B2B ഒക്കെ ചെയ്യുന്ന പിള്ളേർ വിളിച്ചിട്ടുള്ളത് ഇതാണ് ക്വാളിഫിക്കേഷൻ, ഇത് എങ്ങനെയെങ്കിലും സെറ്റാക്കി. ഞാൻ പറയാം, എങ്ങനെയെങ്കിലും സെറ്റാക്കണ പരിപാടിയില്ല. എങ്ങനെയെങ്കിലും സെറ്റാക്കി അത് മുളച്ചു നിൽക്കും ഇല്ലേ? അവന് കൃത്യമായ ധാരണ ഉണ്ടാവണം. നമുക്കൊരു വരുന്ന ഫയൽ എല്ലാം ചെയ്യാന്ന് പറയുന്നതല്ല ബിസിനസ്. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വരുന്ന എൻക്വയറിക്ക് കൃത്യമായിട്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? അവൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് റിവ്യൂ ഉണ്ടാവില്ല, ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടാവില്ല, അവൻ അവിടെ രക്ഷപ്പെടുകയും ചെയ്യും. എന്തെങ്കിലും കേസിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ, കാരണം ഇതൊന്നും പൂർണ്ണമായും നമ്മുടെ കയ്യിലുള്ളതല്ല, രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ മേലൊരു പരാതി പറയാനും വരില്ല. ഗ്ലോബ് റൂട്ട്സ് ഈ 8-9 വർഷം വിട്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും മില്യനേഴ്സ് ആവെ രക്ഷപ്പെടുകയും ചെയ്ത ആളുകളൊന്നുമല്ല. അത്യാവശ്യം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ നിമിഷം വരെ ദൈവം സഹായിച്ച് നമുക്ക് എന്ത് വന്നിട്ടില്ല, ഒരു ത്രെഡ്സോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ത്രെഡ്സോ ബുദ്ധിമുട്ടോ വരാത്തത്. ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു സ്റ്റുഡന്റ് ഗ്ലോബ് റൂട്ട്സ് നിന്ന് പോകുമ്പോൾ, ഇപ്പം ഞാനാണെങ്കിലും മറ്റു നമ്മുടെ ഏത് ടീം മെമ്പേഴ്സ് ആണെങ്കിലും അവരെ കൗൺസിൽ ചെയ്യുന്നത് അവരെ ഹൃദയം തുറന്ന് കൗൺസിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അവനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവൻ എന്തിനാണ് UK പോകുന്നത്, അവൻ എന്തിനാണ് കാനഡ ചൂസ് ചെയ്യുന്നത്, അവൻ എന്തിനാണ് മൗറീഷ്യസിൽ പോകുന്നത്. പക്ഷെ അവൻ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിന് കൃത്യമായ ഒരു ധാരണ കൊടുത്തിട്ട് ഒരാളെയും മറ്റൊരു രാജ്യത്തേക്ക് അയക്കാൻ പാടുള്ളൂ. കാരണം ഒരു 90% ധാരണ കൊടുത്തിട്ട് 10% മറച്ചു വെച്ചാലും പണിയാണ്. കാരണം എല്ലാവരും ബേസിക്കലി പോകുന്നത് എന്തിനാണ്, വർക്ക് ചെയ്യാനാണ്. ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ബ്ലൂ കോളർ ജോബൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത് പിള്ളേർ ഇത് ചെയ്തു തുടങ്ങുമ്പോഴാണ് ഈ ബ്ലൂ കോളർ ജോബും വെയർ ഹൗസും ഒക്കെ എത്രത്തോളം കഠിനമാണെന്നുള്ളത് എന്താവുള്ളൂ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഏജൻസി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവനക്കൊരു പറഞ്ഞിരുന്നു അവര് അല്ലേ, അതല്ല 10% മറച്ചു വെച്ച് കഴിഞ്ഞാൽ പോലും അവനതിമ പിടിക്കാം, അവനെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാടും നമ്മൾ ജീവിച്ച സാഹചര്യമൊക്കെ വിട്ടിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പോലും ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ഒരു ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യും. എന്റെ നാട് അല്ലേ, നമ്മുടെ നാട്, ആ കവല പരിപാടി, വീട്, ഇതിലൊക്കെ ഒന്ന് മിസ് ചെയ്യും. പിന്നെ ഈ കഷ്ടപ്പെട്ട് 10-12 മണിക്കൂറും ഹാർഡ് വർക്ക് ചെയ്യാനാണ് ഇത്തരം രാജ്യങ്ങളൊക്കെ മെജോറിറ്റി ആളുകൾ പോകുന്നത്. ഡെഫിനറ്റ്ലി അതിനൊരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കാതെയാണ് സ്റ്റുഡൻസിനെ വിടുന്നതെന്നുണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ റിവ്യൂവും കമന്റ് സെക്ഷനും ഒക്കെ നെഗറ്റീവ് തന്നെ ആയിരിക്കും. അതാണ് അതിനുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്.